Hi all, welcome back to another section from TOS Academy. അപ്പോൾ ഇന്ന് TOS Academy നമ്മുടെ HSST കൊമേഴ്സ് ആസ്പിരൻസിൽ പ്രയോജനകരമാകുന്ന ഒരു സെക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഇൻകം ടാക്സ് മൊഡ്യൂൾ 4 ആയിട്ടുള്ള ഇൻകം ടാക്സിന്റെ ഒരു റാപ്പിഡ് റിവിഷൻ വീഡിയോയാണ് ഇന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കും TOS അക്കാഡമിയിലെ പഠിച്ച വിദ്യാർത്ഥികളുടെ ഉയർന്ന റാങ്ക് നിലവാരത്തിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. അപ്പോൾ ഇനിയും TOS അക്കാഡമിയിലെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന എല്ലാവർക്കും തന്നെ ആദ്യ റാങ്കുകളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ റാങ്ക് റിവിഷൻ വീഡിയോയിലേക്ക് പോകും. ഇപ്പോഴത്തെ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ HSST കൊമേഴ്സ് ആസ്പിരൻസ് വളരെയധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ് നമ്മുടെ കൺഫർമേഷൻ, അതുപോലെ തന്നെ അതിനോടൊപ്പം വരുന്ന സിലബസ് ഒക്കെ. കാരണം ഇനി നമ്മൾ ഒരുപാട് പോർഷൻ പഠിച്ചിരുന്നു. അപ്പൊ ആ പോർഷൻ ഇനി എന്തെങ്കിലും മോഡിഫൈ ചെയ്യണമോ, അല്ലെങ്കിൽ പഠിച്ചതിൽ ഏതെങ്കിലും അത്ര ഇമ്പോർട്ടന്റ് അല്ലാതെ പോർഷൻ ആണോ, അതൊന്ന് മാറ്റി വയ്ക്കപ്പെടണോ എന്നുള്ള ഒരുപാട് ഡൗട്ടുകൾ നമ്മുടെ മനസ്സിലൂടെ പോകുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാതെ തന്നെ സിലബസ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനോടൊപ്പം നമ്മൾ ഇതുവരെ പഠിച്ച പോർഷൻസ് റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഇൻകം ടാക്സിനെയാണ് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും തന്നെ അറിയാം, ഇൻകം ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മേജർ ഒരു 7 മാർക്ക് തരുന്ന ഒരു മൊഡ്യൂൾ തന്നെയാണ്. 70 മാർക്കിൽ 7 മാർക്ക് തന്നെ ഈക്വലി ഇമ്പോർട്ടൻറ്റ്, 10 മൊഡ്യൂളിൽ ഈക്വലി ഇമ്പോർട്ടൻറ്റ്, അതുപോലെ പലർക്കും ഡിഫിക്കൽട്ട് ആകുന്ന ഒരു പോർഷൻ ആണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. പല ഉദ്യോഗാർത്ഥികളും നേരത്തെ പഠിച്ചു പോയ ഉദ്യോഗാർത്ഥികൾക്ക് പലർക്കും ഇൻകം ടാക്സ് വലിയ പരിചയം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് അതിന്റെ പഠനം എന്ന് പറയുന്നത് ഇത്തിരി ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് നമുക്ക് നോക്കി നമുക്കൊരു 2-3 മാർക്ക് നമുക്ക് ഈ ഒരു റിവൈസിൽ നിന്ന് തന്നെ നമുക്ക് നേടാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. എൻ്റെ പേര് ആര്യ. ഞാൻ നമ്മുടെ TOS അക്കാഡമിയുടെ കൊമേഴ്സ് ഫാക്കൽറ്റി ആണ്. അപ്പോൾ വീഡിയോ ഉടനീളം കാണണമെന്ന് പറയുന്നു എല്ലാവരോടും തന്നെ. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്രയോജനകരമായിട്ടുള്ള ഒരു സമയം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ 6 ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് ഇൻകം ടാക്സ് കോൺസെപ്റ്റ് ആണ്. ബേസിക് ആയിട്ട് ഇൻകം ടാക്സിൽ നമ്മൾ പഠിക്കുന്ന കുറച്ച് കോൺസെപ്റ്റുകളാണ്. വളരെ 1-2-3 കോൺസെപ്റ്റുകളായിരിക്കാം, പക്ഷെ അത് വളരെ എളുപ്പമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും നമ്മുടെ മാർക്ക് കളയാനായിട്ട് വളരെയധികം നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു ഏരിയ കൂടി ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ് ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഡിഡക്ഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ വലിയൊരു മേജർ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കടൽ പോലെ കിടക്കുന്ന കുറേ ഡിഡക്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിഡക്ഷൻസ് മാത്രമേ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്തതായിട്ട് ടാക്സ് ഹോളിഡേ എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അതിനോടൊപ്പം നമ്മുടെ GST, ഇൻകം ടാക്സിനെ പോലെ തന്നെ ഇൻകം ടാക്സിൽ ഉൾപ്പെടുന്ന ഒരു മേജർ പോർഷൻ ആണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൽ റേറ്റുകളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ GSTയുടെ ക്ലാസിഫിക്കേഷൻ 2024 ആ ഒരു കാലഘട്ടത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മൾ അലവൻസ് പഠിക്കുന്നുണ്ട് അല്ലെ, ഇൻകം ടാക്സിൽ അലവൻസ് പഠിക്കുന്നുണ്ട്. ആ അലവൻസിൽ എക്സെപ്റ്റഡ് ആയിട്ടുള്ള അലവൻസുകൾ ഏതൊക്കെയാണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഈ 6 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവരും തന്നെ പഠിച്ച ഭാഗങ്ങളായിരിക്കും, അതുകൊണ്ട് നമുക്ക് ഇതിന്റെ റിവിഷൻ നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞു, നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇൻകം ടാക്സ് കോൺസെപ്റ്റുകളാണ് ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും അതിനോടൊപ്പം അസസ്മെന്റ് ഇയർ എന്താ, പ്രീവിയസ് ഇയർ എന്താ തുടങ്ങിയ കാര്യങ്ങളുമാണ്
ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും അതുപോലെ പ്രീവിയസ് ഇയറും വളരെയധികം കണക്റ്റഡ് ആണ്. ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ബേസിസിലാണ്. അപ്പൊ ഒരു PSCക്ക് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. അത് നമ്മൾ ഇതിനോടൊപ്പം ഈ ഒരു സെക്ഷനോടൊപ്പം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. എന്തിന്റെ ബേസിസിലാണ്, ഏത് ഇയറിന്റെ ബേസിസിലാണ്, കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ പലർക്കും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അറിയാമായിരിക്കാം, പ്രീവിയസ് ഇയർ അറിയാമായിരിക്കാം. പക്ഷെ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും പ്രീവിയസ് ഇയറും തമ്മിലുള്ള കണക്ഷൻ പലർക്കും അറിയില്ലായിരിക്കാം. സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻ ദ ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് ഇസ് ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയർ എന്താണെന്ന് അറിയാമായിരിക്കാം. പ്രീവിയസ് ഇയറിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 3 ആണ്. Previous year refers to the financial year immediately preceding the assessment year. അസസ്മെന്റ് ഇയറിന് തൊട്ട് മുന്നേ ഉള്ള ഇയർ ആണ് എന്ത് ഇയർ എന്ന് പറയുന്നത്, നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ സെക്ഷൻ 3യിലും അസസ്മെന്റ് ഇയർ സെക്ഷൻ 2 സബ്സെക്ഷൻ 9ലുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തെ, അതായത് പ്രീവിയസ് ഇയറിലെ ഇൻകത്തിനെയാണ് നമ്മൾ അസസ് ചെയ്യപ്പെടുന്നത് അസസ്മെന്റ് ഇയറിൽ. അപ്പൊ ഇൻകം ടാക്സ് ആക്ടില് നമ്മൾ പറഞ്ഞു റെസിഡൻഷ്യൽ സ്റ്റാറ്റസും പ്രീവിയസ് ഇയറും കണക്റ്റഡ് ആണ്. അപ്പൊ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മെയിൻ ആയിട്ട് ഇൻഡിവിജ്വലിന്റെ, നമുക്ക് ഇൻഡിവിജ്വൽ ഉണ്ട്, HUF ഉണ്ട്, കമ്പനി, AOP, BOI അങ്ങനെ വരുന്നില്ല. ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. റെസിഡന്റ്, നോൺ റെസിഡന്റ്, റെസിഡന്റ് ആൻഡ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്ന ഒന്നാണ്. ഓക്കെ, ഈ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് വരുന്നുണ്ട്. അത് നമുക്ക് റെസിഡന്റിൽ തന്നെ പറയാവുന്ന കാര്യമാണ്. ഇപ്പൊ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ക്രൂഷ്യൽ ആണ്. ഒരാളുടെ ടാക്സ് ലയബിലിറ്റി, ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻകത്തിന്റെ ടാക്സ് ലയബിലിറ്റി കണക്കാക്കുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലൂടെയാണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇൻഡിവിജ്വലിന്റെ ഫിസിക്കൽ പ്രസൻസ് ഇന്ത്യയിൽ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. അപ്പൊ അത് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് അദ്ദേഹം എത്ര ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തു, എവിടെയാണ് സ്പെൻഡ് ചെയ്തത്, എത്ര ദിവസം പ്രിസീഡിങ് ഇയറിൽ ഉണ്ടായിരുന്നു, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് നമുക്ക് ബേസിക് കണ്ടീഷൻസും അഡീഷണൽ കണ്ടീഷൻസും ഒക്കെ തന്നെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ടാക്സ് ലയബിലിറ്റിയും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 5ലാണ്. സെക്ഷൻ 5ല് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ റെസിഡന്റിന് തന്നെയാണ് ഓർഡിനറി റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന 2 കാറ്റഗറിയിൽ പറയുന്നത്. നമുക്കിവിടെ ബേസിക് കണ്ടീഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ട്. ബേസിക് കണ്ടീഷൻസ് പറയുന്നത് സെക്ഷൻ സബ്സെക്ഷൻ 6 സബ്സെക്ഷൻ 1ലും അതുപോലെ നമ്മുടെ അഡീഷണൽ കണ്ടീഷൻസ് പറയുന്നത് 6 സബ്സെക്ഷൻ 6A-ലുമാണ്. ഓക്കെ, നമ്മൾ അത് മറന്നു പോകാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സെക്ഷൻസ് അല്ലെ. ബേസിക് കണ്ടീഷൻസ് ഉണ്ട്. ബേസിക് കണ്ടീഷൻ ദാറ്റ് ഈസ് 6 സബ്സെക്ഷൻ 1. അതിനകത്താണ് നമ്മുടെ ബേസിക് കണ്ടീഷൻ പറയുന്നത്. അതുപോലെ അഡീഷണൽ കണ്ടീഷൻ പറയുന്ന ഏതിലാണ്, 6 സബ്സെക്ഷൻ 6ലാണ്. ഈ ഒരു കാര്യമൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ഒരാൾ റെസിഡന്റ് ആണെന്ന് പറയുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അദ്ദേഹം റെസിഡന്റ് ആണ്. അതേസമയം ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അദ്ദേഹം റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആകത്തുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനോ അല്ലെങ്കിൽ ബേസിക് കണ്ടീഷനിൽ ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, അഡീഷണൽ കണ്ടീഷനിൽ അദ്ദേഹം ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം റെസിഡന്റ് ആണ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയി. ഇനി ഒരു ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരാൾ അഡീഷണൽ കണ്ടീഷനിലോട്ട് വരുന്നില്ല, ബേസിക് കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാത്ത ആൾ നമ്മളെ നോൺ റെസിഡന്റ് എന്ന് മുദ്രകുത്തി കഴിയും. ഇങ്ങനെയാണ് നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വരുന്നത്. ആസ് എ ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതും പ്രീവിയസ് ഇയറും വളരെയധികം കണക്ട് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പറഞ്ഞല്ലേ, റെസിഡന്റ് പറഞ്ഞു, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്, ഇങ്ങനെ
ഇൻഡിവിജ്വലിന് ഇങ്ങനെ പല റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടെന്ന് പറഞ്ഞു. അതും പ്രീവിയസ് ഇയറുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്, അതിന്റെ ബേസിസിലാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. പ്രീവിയസ് ഇയർ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു അസസ്മെന്റ് ഇയറിന് തൊട്ട് മുന്നിലുള്ള ഇയർ, പ്രിസീഡിങ് ഇയർ ആണ് അസസ്മെന്റ് ഇയറിന് പ്രിസീഡിങ് ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു. എങ്കിൽ അസസ്മെന്റ് ഇയർ എന്താ? അസസ്മെന്റ് ഇയർ ഈസ് ദ ഇയർ ഇൻ വിച്ച് ദ ടാക്സ് പേയേഴ്സ് ഇൻകം ഈസ് അസസ്ഡ് ആൻഡ് ടാക്സ്ഡ്. പ്രീവിയസ് ഇയറിന്റെ ഇൻകം നമ്മൾ അസസ് ചെയ്യുന്നതും ടാക്സ് കൊടുക്കുന്നതും അസസ്മെന്റ് ഇയറിലാണ്. അപ്പൊ അത് നമ്മുടെ ഇൻകം ഏൺ ചെയ്തിട്ട് അത് കഴിഞ്ഞ് വരുന്ന ഇയറിനെയാണ് നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ 1 മുതൽ 2022 ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ ഇയർ എങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന ഇയർ ആണ്. അതായത് ഏപ്രിൽ 1 മുതൽ 2023 ഏപ്രിൽ 1 മുതൽ മാർച്ച് 2024 മാർച്ച് 31 വരെ ആയിരിക്കും നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, എന്നാലും പലരും ചിലപ്പോ ആദ്യമായിട്ട് പഠിക്കുന്നവർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഫിനാൻഷ്യൽ ഇയർ എന്താ? ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്ന ഇയർ. എല്ലാ ഇയറും ഫിനാൻഷ്യൽ ഇയർ തന്നെയാണ് അല്ലെ? ഏപ്രിൽ 1 മുതൽ 31 വരെ നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്ന എല്ലാ ഇയറും ഫിനാൻഷ്യൽ ഇയർ തന്നെയാണ്. പക്ഷെ നമ്മളൊരു പർട്ടിക്കുലർ ഇയർ നോക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ ഇൻകം ടാക്സ് അടയ്ക്കാൻ പോകുന്നെങ്കിൽ അതിന് മുന്നേ ഉള്ള ഫിനാൻഷ്യൽ ഇയറിന്റെ ഇൻകത്തിനായിരിക്കും നമ്മൾ തൊട്ടടുത്ത വർഷം എന്ത് ചെയ്യുന്നത്? ടാക്സ് ചെയ്യും. ഓക്കെ. ആയിട്ട് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST, ഇൻകം ടാക്സിൽ ആ ഒരു മൊഡ്യൂളിൽ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് GST. എല്ലാവർക്കും അറിയാം ജൂലൈ 1, 2017 GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന GST ആക്ട് വരുന്നതെന്നൊക്കെ. ഇപ്പൊ GSTയില് ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഗുഡ്സിന്റെ റേറ്റുകൾ എത്രയൊക്കെ റേറ്റുകളുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? ഇപ്പൊ ഗുഡ്സിനും സർവീസസിനും റേറ്റുകൾ വ്യത്യാസമാണ്. ഗുഡ്സും സർവീസും ഇൻക്ലൂഡ് ചെയ്യുന്ന ടാക്സ് ആണ് നമ്മുടെ GST എന്ന് പറയുന്നത്. ഇപ്പൊ ഗുഡ്സിന്റെ ടാക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം അതിന്റെ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ CGST, SGST, UTGST, IGST അങ്ങനെ പല ടാക്സ് GST കാറ്റഗറീസ് ഉണ്ട്. ഇതിൽ CGST എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പൊ അതിനകത്ത് 6 ഷെഡ്യൂളുകൾ ഓഫ് റേറ്റ് ആണ് വരുന്നത്. 6 എണ്ണമാണ് CGSTയിൽ വരുന്നത്. അപ്പൊ ആ പെർസെൻറ്റേജ് ഒന്ന് നോക്കുക. ഏറ്റവും ലോ എന്ന് പറയുന്നത് 0.125% ആണ്. ഏറ്റവും ലോ റേറ്റ് എന്ന് പറയുന്നത്. Then 1.5, 2.5, 6%, 9%. ഏറ്റവും ഉയർന്ന നിരക്ക് എന്ന് പറയുന്നത് 14% CGST. അപ്പൊ CGSTയിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്ന് പറയുന്നത് 0.125% ആണെങ്കിൽ ഏറ്റവും ഉയർന്ന റേറ്റ് എന്ന് പറയുന്നത് 14%. അതുപോലെ SGST ആവട്ടെ UTGST ആവട്ടെ ഇതുപോലെ ഇക്വാലന്റ് റേറ്റ്സ് തന്നെയാണ് അതും ലെവി ചെയ്യുന്നത്. ഇനി IGSTയിൽ വരുമ്പോൾ ഇന്റർസ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൽ വരുമ്പോൾ അവിടെയും 6 എണ്ണമുണ്ട്. പക്ഷെ അവിടെ ഏറ്റവും ലോവസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 0.25 ആണ്. 0.25, 3%, 5%, 12%, 18%, and the last percentage ആണ് 28. ITGSTയിൽ ഇന്റർസ്റ്റേറ്റ് GSTക്കകത്താണ് ഏറ്റവും ഉയർന്ന റേറ്റ് 28% വരുന്നത്. ചില ഗുഡ്സുകൾ നമ്മൾ ടാക്സ് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് എക്സെപ്റ്റ് ചെയ്ത ചില ഗുഡ്സുകൾ ഉണ്ട്. അപ്പൊ ഇതാണ് ഗുഡ്സിന്റെ കാര്യം. CGST, SGST, UTGSTയിലൊക്കെ നമ്മളുള്ള 6 റേറ്റ് പറഞ്ഞു. അതുപോലെ IGSTയിലുള്ള കാറ്റഗറീസ് ഷെഡ്യൂൾസ് ഓഫ് റേറ്റിന്റെ കാര്യവും പറഞ്ഞു. രണ്ടിലും 6 വീതമാണ് റേറ്റുകൾ വരുന്നത്. ഇനി സർവീസിലോട്ട് പോകുമ്പോൾ ലോവസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 0.75% ആണ്. 0.75, then 2.5%, then 3.75, 6%, 9%, 14%. അവിടെയും ഉയർന്ന നിരക്ക് എന്ന് പറയുന്നത് 14% തന്നെയാണ്. പക്ഷെ ലോവർ റേറ്റിൽ മാറ്റമുണ്ട്. അപ്പൊ SGSTയിലും UTGSTയിലും ഇത് തന്നെയാണ് വരുന്നത്. IGSTയിൽ വരുമ്പോൾ മാറ്റമുണ്ട്. ലോവസ്റ്റ് എന്ന് പറയുന്നത് 1.5 ആണ്. പക്ഷെ ഉയർന്ന നിരക്ക് കറക്റ്റ് തന്നെയാണ്, 28%. ഇവിടെ പറയുന്നു ചില സർവീസിന് നമ്മൾ നിൽ റേറ്റ് ഓഫ് ടാക്സ് ആണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്.
ഇങ്ങനെയാണ് ജി എസ് ടി ഗുഡ്സിനും സർവീസിനും ഇങ്ങനെയാണ് ജി എസ് ടിയുടെ റേറ്റുകൾ വരുന്നത്. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ചോദിക്കാം ഏറ്റവും ഉയർന്ന നിരക്ക് ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് ഏതാണ് എന്നുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എക്സാമിന്. അപ്പൊ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ജി എസ് ടിയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു എസ് ജി എസ് ടി, സി ജി എസ് ടി തുടങ്ങിയ കാര്യങ്ങൾ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ജി എസ് ടിയിലെ സപ്ലൈ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്ന് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈയും മറ്റൊന്ന് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആണ്. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റിനകത്ത് തന്നെ നമ്മൾ സപ്ലൈ ചെയ്യുകയാണ്. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകൾ തമ്മിൽ സപ്ലൈ നടത്തുമ്പോഴാണ്. ഒരു സ്റ്റേറ്റിനകത്ത് തന്നെ നമ്മൾ സപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് കൊടുക്കേണ്ടി വരുന്ന ടാക്സ് സി ജി എസ് ടി, എസ് ജി എസ് ടി, യു ടി ജി എസ് ടി ആണ്. സി ജി എസ് ടി എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സെൻട്രൽ ഗവൺമെന്റ് ആണ് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സി ജി എസ് ടി ആക്ട് പ്രകാരമാണ് ചെയ്യുന്നത്. ഇനി എസ് ജി എസ് ടിയിലാണെങ്കിൽ അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് ആണ് നോക്കുന്നത്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സ്റ്റേറ്റുകൾക്ക് ജി എസ് ടി ലെജിസ്ലേഷൻസ് കാണും. പിന്നെ യു ടി ജി എസ് ടിയിൽ യൂണിയൻ ടെറിട്ടറി വരും. ലെജിസ്ലേഷൻ ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറിക്കാണ് യു ടി ജി എസ് ടി ആക്ട് പ്രകാരം കാര്യങ്ങൾ നടപ്പാക്കുന്നത്. ഇനി ഇന്റർസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലാവുമ്പോൾ നമ്മൾ ഐ ജി എസ് ടി ആണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഐ ജി എസ് ടിക്കകത്ത് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് ഐ ജി എസ് ടി നോക്കുന്നത്. ഐ ജി എസ് ടി ആക്ട് പ്രകാരമാണ് നടത്തുന്നത്. ഇങ്ങനെയാണ് ജി എസ് ടിയുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടാക്സ് ഹോളിഡേ എന്താണെന്നാണ്. ടാക്സ് ഹോളിഡേ എന്ന് പറയുന്നത് നമ്മുടെ 1961 ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സെക്ഷൻ 80 IA ഇൻകം ടാക്സിൽ ടാക്സ് ഹോളിഡേ പറയുന്നത്. ടാക്സ് ഹോളിഡേ അല്ലെങ്കിൽ ടാക്സ് എക്സംഷൻ, അതായത് കുറച്ച് എലിജിബിൾ ബിസിനസ്സിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിന് നമ്മൾ ടാക്സ് എക്സംഷൻ കൊടുക്കുന്നതിനെയാണ് ടാക്സ് ഹോളിഡേ എന്ന് പറയുന്നത്. അത് ആ ഒരു സർട്ടൈൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സ് അല്ലെങ്കിൽ എന്റർപ്രൈസസിന് അവരുടെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിന് വേണ്ടിയിട്ടാണ്. അതായത് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്, പവർ ജനറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ഉണ്ടല്ലോ അവിടെ വരുന്ന ഇൻഡസ്ട്രീസിന് അവർക്കാണ് ഈ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ സെക്ഷൻ 80 IA പ്രകാരം ഈ പറയുന്ന ബിസിനസ്സുകൾക്കൊക്കെ എന്തെങ്കിലും ഡിഡക്ഷൻസ് അല്ലെങ്കിൽ എക്സംഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി ഇത്ര നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയാം. അതായത് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഇത്ര കാലയളവ് വരെ, മിക്കവാറും 5 വർഷം വരെയൊക്കെ ആയിരിക്കും നമ്മൾ ടാക്സ് ഹോളിഡേ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അവർക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടാനായിട്ട്, കാരണം അവരിപ്പോ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പൊ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ടാക്സ് ഹോളിഡേ സംവിധാനം ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്ക് ആ ഒരു സ്പെസിഫൈഡ് സെക്ടേഴ്സ്, ചില സെക്ടേഴ്സിലൊക്കെ ഇൻഡസ്ട്രീസ് തുടങ്ങാത്ത, ഒരുപാട് ഇൻഡസ്ട്രീസ് ഇല്ലാത്ത സെക്ടേഴ്സ് കാണും. അങ്ങനെയുള്ള സെക്ടേഴ്സിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മുടെ നാഷണൽ എക്കണോമിക് ഡെവലപ്മെന്റിന് തന്നെ ഒരു ഇത് ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. നെക്സ്റ്റ് ആയിട്ട് നമുക്കറിയാം ഇൻകം ടാക്സിൽ 5 സോഴ്സ് ഓഫ് ഇൻകം, 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണ് വരുന്നത്. അതിൽ ഇൻകം ഫ്രം സാലറിക്കകത്താണ് നമ്മുടെ അലവൻസുകൾ ഉള്ളത്. അലവൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എംപ്ലോയർ എംപ്ലോയിക്ക് ഇൻ അഡീഷൻ ടു സാലറി ക്യാഷ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ അലവൻസുകൾ എന്ന് പറയുന്നത്. അലവൻസുകൾ മെയിൻ ആയിട്ട് 3 ടൈപ്സ് ഓഫ് അലവൻസുകളാണ് ഉള്ളത്. ഒന്ന് ടാക്സബിൾ അലവൻസ്, രണ്ടാമത്തേന്ന് പറയുന്നത് അലവൻസ് എക്സംഷൻ അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ്, പാർട്ട്ലി എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസുകൾ ടാക്സബിൾ ആണ്. ഇത് കഴിഞ്ഞ് വരുന്നത് എക്സംപ്റ്റഡ് അലവൻസ് ആണ്, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്തൊക്കെ അലവൻസ് ആണ് ഫുള്ളി എക്സംപ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് അതില് നമുക്ക് നോക്കാം. ആദ്യത്തേന്ന് പറയുന്ന ഫോറിൻ അലവൻസ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസിൽ ഗവൺമെന്റ് എംപ്ലോയീസ് അബ്രോഡ് വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവർക്കാണ് ആ അലവൻസ് കിട്ടുന്നത്. ഔട്ട്സൈഡ് ഇന്ത്യക്കായിരിക്കും, ഇന്ത്യക്ക് പുറത്തായിരിക്കും അവർ വർക്ക് ചെയ്യുന്ന, അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ടാക്സബിൾ അല്ല. ചിൽഡ്രൻ, അതുപോലെ തന്നെ അതിനെ കൂടെ വരുന്ന ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, കാർ അലവൻസ്, എന്റർടൈൻമെന്റ് അലവൻസ്, ഇതൊന്നും നോൺ ഗവൺമെന്റൽ എംപ്ലോയീസിന് അലവൻസ് അല്ല. ഓൺലി ടു ഗവൺമെന്റ് എംപ്ലോയീസ് ഹു ആർ ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് വരുന്നത് സംജറി അലവൻസ് ആണ്. സംജറി അലവൻസ് ടു ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട് ജഡ്ജസിന് കിട്ടുന്ന അലവൻസ് ആണ്.
അവര് ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. അത് കഴിഞ്ഞ അലവൻസ് ഫ്രം UN, അതായത് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അവരുടെ എംപ്ലോയീസിന് കൊടുക്കുന്നതാണ്. ദേ ആർ ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. നെക്സ്റ്റ് വരുന്ന പെർ ഡീം അലവൻസ് ആണ്. ഡീം അലവൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹോട്ടൽ യൂസസിന്, ബോർഡിംഗ് ലോഡ്ജിങ് ഫെസിലിറ്റി, എംപ്ലോയീസിന് ലോഡ്ജിങ് ഫെസിലിറ്റീസ്, ഹോട്ടൽ യൂസ് ചെയ്യാൻ അങ്ങനെയൊക്കെ ഉള്ള അലവൻസ് ആണ് ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതെല്ലാം ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. ഫോറിൻ അലവൻസ്, സബ്സിഡറി അലവൻസ്, അലവൻസസ് ഫ്രം UN, പെർ ഡീം അലവൻസസ്. ഈ 4 അലവൻസുകളാണ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസിന്റെ കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്തുന്നത്. അടുത്തായിട്ട് ഡിഡക്ഷൻസ് ആണ് നോക്കുന്നത്. അപ്പൊ ഡിഡക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് കുറച്ച് എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അപ്പൊ അതിന് കുറച്ച് ഡിഡക്ഷൻസിന്റെ പല കാറ്റഗറി ഉണ്ട്. ഡിഡക്ഷൻ റെസ്പെക്ട് ഓഫ് പേയ്മെന്റ്, ഡിഡക്ഷൻ റെസ്പെക്ട് ഓഫ് ഇൻകം. അപ്പൊ നമ്മൾ കുറച്ച് പേയ്മെന്റ്സിന് ഡിഡക്ഷൻസ് ആണ് നോക്കുന്നത്. അണ്ടർ സെക്ഷൻ 80G ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം 80G എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് 80G വരുന്നത്. എല്ലാ അസസിക്കും വരുന്നതാണ്. പക്ഷെ ഡൊണേഷൻ എക്സസ് ഓഫ് 2000, 2000 രൂപയ്ക്ക് മേളിൽ ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന ഡൊണേഷൻ, വേറെ ഒരു കൈൻഡും അല്ല, ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന ഡൊണേഷൻ നമുക്ക് എന്താണ് എക്സസ് 2000 ആണ് നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ളത്. അത് വരെ ടാക്സബിൾ അല്ലെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നതാണ്. ഈ ഡൊണേഷൻ നമ്മൾ കൊടുക്കുന്നത് അപ്രൂവ്ഡ് ഫണ്ട് അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആണ് നമ്മൾ ഡൊണേഷൻ കൊടുക്കുന്നത്. അത് തന്നെ പല എമൗണ്ട് ഉണ്ട്. അതിൽ 50% ഡിഡക്ഷൻ കിട്ടുന്നതുണ്ട്, 100% ഡിഡക്ഷൻ കിട്ടുന്നു. അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഓഫ് ഡൊണേഷൻ ഉണ്ട്. എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നായിരിക്കും നമുക്ക് ആ ഡിഡക്ഷൻസ് ഒക്കെ കിട്ടുന്നത്. ഇപ്പൊ ഈ 80Gയിൽ ഡൊണേഷൻ സ്പെസിഫൈഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഫണ്ടിനും ഒക്കെയാണ് കൊടുക്കുന്നത്. ഇൻഡിവിജ്വൽ ആണ് ഈ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്. അവരെ എൻകറേജ് ചെയ്യാൻ, ഡൊണേഷൻ എൻകറേജ് ചെയ്യാനാണ് നമുക്ക് ഈ ഡിഡക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കൂടെ വരുന്ന കുറച്ച് ഡൊണേഷൻസും കൂടെ നമുക്ക് നോക്കാം. ഡൊണേഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേറെ കുറച്ച് ഡിഡക്ഷൻസും കൂടെ നോക്കാം. 80GG ഇൻഡിവിജ്വലിന് കിട്ടുന്നതാണ്. ഇൻ റെസ്പെക്ട് ഓഫ് റെന്റ് പെയ്ഡ്, റെന്റ്, ഹൗസ് റെന്റ് പേ ചെയ്യുന്നതിനുള്ള ഡിഡക്ഷൻസ് ആണ് വരുന്നത്. അതായത് HRA കിട്ടാത്ത സാലറീഡ് എംപ്ലോയീസിന് കിട്ടുന്ന ഡിഡക്ഷൻ ആണ് 80GG പ്രകാരം വരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ 80GG-C വരുമ്പോഴത്തേക്ക് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ആണ് വരുന്നത്. അവിടെ 100% വരെ ഡിഡക്ഷൻ കിട്ടുന്നതാണ് എനി പേഴ്സൺ പൊളിറ്റിക്കൽ പാർട്ടീസ്. അതുപോലെ തന്നെ 80GG വരുമ്പോൾ നമ്മൾ കമ്പനീസ്, ഇന്ത്യൻ കമ്പനീസ് പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ആണ് 80GG-Bയിൽ വരുന്നത്. അതും 100%ഓളം നമുക്ക് ഡിഡക്ട് ചെയ്യാം. അതിനുശേഷം 80GG-A. 80GG-A എന്ന് പറയുമ്പോൾ നമ്മുടെ റിസർച്ച് അസോസിയേഷൻസ്, യൂണിവേഴ്സിറ്റി, കോളേജിനൊക്കെ റിസർച്ചിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഡക്ഷൻസ് ആണ് 80GG-A പ്രകാരം വരുന്നത്. നമ്മുടെ റിസർച്ച് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം 150%ഓളം വരെ ഡിഡക്ട് ചെയ്യുന്ന കേസസ് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് 80A വരുമ്പോഴത്തേക്ക് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലെ ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ കിട്ടുന്നതാണ്. 80CC-D വരുന്നത് നമ്മുടെ നാഷണൽ പെൻഷൻ സിസ്റ്റം വഴി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനുള്ള ഡിഡക്ഷൻ ആണ്. 80E വരുന്നത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ലോൺ എടുത്തിട്ടുള്ളതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു പേയ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡിഡക്ഷൻ ആണ്. 80EE എന്ന് പറയുന്ന റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിന് വേണ്ടി നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടുന്ന ഡിഡക്ഷൻസ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു 80GG പ്രകാരം നമുക്ക് റെന്റ് പേ ചെയ്യുന്നതിനുള്ള ഡിഡക്ഷൻസ് ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഈ ഡിഡക്ഷൻ കിട്ടുന്നതെന്ന് പറയുന്നത് നമ്മുടെ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ, HRA, ഹൗസ് റെന്റ് അലവൻസ് ആണ്. ആ ഹൗസ് റെന്റ് അലവൻസ് കിട്ടാത്ത, റിസീവ് ചെയ്യാത്തവർക്ക് വേണ്ടി അവരുടെ അക്കോമഡേഷന് വേണ്ടിയിട്ട് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്ന ഡിഡക്ഷൻ ആണ്. സോ 80GG റെസ്പെക്ട് ഓഫ് റെന്റ് പെയ്ഡ് ഫോർ അക്കോമഡേഷൻ ആണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 6 ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് ബേസിക് ഇൻകം ടാക്സ് കോൺസെപ്റ്റുകൾ, അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ, അങ്ങനെയുള്ള കുറച്ച് ബേസിക് കോൺസെപ്റ്റുകൾ നോക്കിയായിരുന്നു. ശേഷം നമ്മൾ അലവൻസ് നോക്കി, എക്സംപ്റ്റഡ് അലവൻസ് നോക്കി.
റിഡക്ഷൻസ് നോക്കിയായിരുന്നു 80Gയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് 80E 80GG അങ്ങനെയുള്ള കുറച്ച് റിഡക്ഷൻസ് നോക്കി. പിന്നെ ടാക്സ് ഹോളിഡേ എന്താണെന്ന് നോക്കി. അതിനോടൊപ്പം GSTയിലെ റേറ്റ്, GSTയുടെ ക്ലാസിഫിക്കേഷനും നമ്മൾ നോക്കിയായിരുന്നു. ഇനി നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസും കൂടി നമ്മളൊന്ന് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്താലേ നമ്മൾ പഠിച്ചത് എത്രത്തോളം നമുക്ക് മനസ്സിൽ നമുക്കത് എത്രത്തോളം മനഃപ്പാടമൊക്കെ എന്ന് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ആ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. So Q&A section. First question, the residential status is determined for. നമ്മുടെ ഒരു PSC എക്സാമിന് നമ്മുടെ NVT കൊമേഴ്സിന്റെ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് ഡിറ്റർമൈൻഡ് ഫോർ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്തിന്റെ ബേസിസിലാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഓപ്ഷൻ എ അസസ്മെന്റ് ഇയർ, ഓപ്ഷൻ ബി അക്കൗണ്ടിംഗ് ഇയർ, ഓപ്ഷൻ സി പ്രീവിയസ് ഇയർ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. നോക്കിയതാണ്, നമുക്കറിയാം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏതിന്റെ ബേസിസിലാണ്? ഓപ്ഷൻ സി ആണ്, നമ്മുടെ പ്രീവിയസ് ഇയറിന്റെ ബേസിസിലാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അല്ലേ? ക്ലിയർ അല്ലേ? Second question, what is the maximum rate prescribed under CGST? CGSTയിൽ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത മാക്സിമം റേറ്റ് എത്രയാണ്? നമ്മൾ റേറ്റുകൾ പഠിച്ചു. അപ്പൊ CGSTയിൽ നമ്മൾ 6 ടൈപ്സ് ഓഫ് റേറ്റുകളാണ് പറഞ്ഞത്. അപ്പൊ CGSTയിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് സപ്ലൈ ആണ് CGSTയിൽ വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു 0.125 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഏറ്റവും മാക്സിമം റേറ്റ് എത്രയായിരുന്നു? കറക്റ്റ് ആയിട്ട് നമുക്കറിയാം ഓപ്ഷൻ എ 40% ആയിരുന്നു നമ്മുടെ മാക്സിമം റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടാക്സ് ഹോളിഡേ സംബന്ധിച്ചാണ്. ടാക്സ് ഹോളിഡേ അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് 1961 has been used in the context of which of the following? ടാക്സ് ഹോളിഡേ, ഇൻകം ടാക്സ് ആക്ട് 1961 ടാക്സ് ഹോളിഡേ ഏത് സെക്ഷൻ പ്രകാരമാണ് വരുന്നത്? സെക്ഷൻ 80IA. സെക്ഷൻ 80IA പ്രകാരമാണ് ടാക്സ് ഹോളിഡേ വരുന്നത് അല്ലെ? സെക്ഷൻ 80IA, 80D, 80CC ആൻഡ് സെക്ഷൻ 10 സബ്സെക്ഷൻ 5 പറഞ്ഞിട്ടുണ്ട്. 80D നമ്മൾ ഡിഡക്ഷൻസിൽ സർട്ടൻ പേയ്മെന്റ്സിൽ വരുന്നതാണ്. CCയും അതുപോലെയാണ്. 80IA ആണ് ആൻസർ, കാരണം ടാക്സ് ഹോളിഡേ വരുന്നത് അവിടെയാണ്. 80IA, ഓപ്ഷൻ എ. Fourth question, under Income Tax Act in India, allowances which are not taxable for the individual assessee are. ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നോൺ ടാക്സബിൾ അലവൻസ്, അതായത് നമ്മുടെ എക്സംപ്റ്റഡ് അലവൻസുകൾ ഏതൊക്കെയാണെന്നാണ്. ഓപ്ഷൻ എ സഞ്ചറി അലവൻസസ്, ഓപ്ഷൻ ബി കോമ്പൻസേറ്ററി അലവൻസസ് പെയ്ഡ് ടു ജഡ്ജസ് ആൻഡ് സി ഓവർ ടൈം അലവൻസ്, ഡി അലവൻസസ് പെയ്ഡ് ഗവൺമെന്റ് എംപ്ലോയീസ് എംപവർഡ്. ഇത്രയായിരുന്നു ഓപ്ഷൻസ്, പറയുന്ന 4 ഓപ്ഷൻസ് ആണ്. അപ്പൊ ഇതിൽ ഒരുപാട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് സഞ്ചറി അലവൻസ് നമ്മൾ പഠിച്ചിരുന്നു, ജഡ്ജസിന് കൊടുക്കുന്ന കോമ്പൻസേറ്ററി അലവൻസ്, പിന്നെ ഓവർ ടൈം അലവൻസ്, ഗവൺമെന്റ് എംപ്ലോയീസ്, പോസ്റ്റ് അബ്രോഡ്, ഇതൊക്കെയാണ് ഉള്ളത്. ഇതിനകത്ത് നമ്മൾ സഞ്ചറി അലവൻസ് പഠിച്ചിരുന്നു, ജഡ്ജസിന് പ്രൊവൈഡ് ചെയ്യുന്ന അലവൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഓവർ ടൈം അലവൻസ് ഇല്ലായിരുന്നു. ദെൻ അലവൻസസ് പെയ്ഡ് ടു ഗവൺമെന്റ് എംപ്ലോയീസ്, പോസ്റ്റ് അബ്രോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ABD വരുന്ന ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ായിട്ട് ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ്, ദ അതോറിറ്റി ടു ലെവി ആൻഡ് കളക്ട് IGST. IGST ആണ് ചോദ്യം. നമ്മൾ CGST, SGST, UTGST പറഞ്ഞു, അതിൽ IGSTയും പറഞ്ഞു. ഇന്റർ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അത് കളക്ട് ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ യൂണിയൻ ടെറിട്ടറി, ഓപ്ഷൻ ബി സെൻട്രൽ ഗവൺമെന്റ്, ഓപ്ഷൻ സി സ്റ്റേറ്റ് ഗവൺമെന്റ്, ഓപ്ഷൻ ഡി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. IGST നമ്മൾ പറഞ്ഞു നമ്മുടെ IGST ആക്ട് പ്രകാരമാണ്, പക്ഷെ അത് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ, 2 സ്റ്റേറ്റുകൾ തമ്മിലാണ്. അപ്പൊ അതിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് ആര് തന്നെയാണ്? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, യൂണിയൻ ടെറിട്ടറി UTGSTയിൽ വരും, സ്റ്റേറ്റ് ഗവൺമെന്റ് SGSTയിൽ വരും. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആണ് IGSTക്കകത്ത് വരുന്നത്. ഓപ്ഷൻ ക്വസ്റ്റ്യൻ 6 എന്ന് പറയുന്നത് ഡിഡക്ഷനെ സംബന്ധിച്ചാണ്. ഡിഡക്ഷൻ അഡ്മിസിബിൾ അണ്ടർ 80E.
ATEയിൽ വരുന്നത് ഏതാണെന്നാണ്. ATEയിൽ വരുന്നത് ഏതാണ്? ഡൊണേഷൻ ആണോ, മെഡിക്കൽ എക്സ്പെൻസ് ആണോ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആണോ, ഇതിലൊന്നും പെടാത്ത നൺ ഓഫ് ദിസ് ആണോ എന്നാണ് ചോദ്യം. ഡൊണേഷൻ നമ്മൾ പഠിച്ചു. 80G പ്രകാരമാണ് ഡൊണേഷൻ വരുന്നത്. മെഡിക്കൽ എക്സ്പെൻസ് 80Dയിലൊക്കെയാണ് വരുന്നത്. ഹയർ എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 80Eയിൽ വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആണ് 80Eക്കകത്ത് വരുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. Section 80G, donation in the form of cash is exempted up to. 80Gയിൽ ഡൊണേഷൻ ആണെന്ന് നമുക്ക് അറിയാം. പക്ഷെ ക്യാഷ് ഡൊണേഷൻ എക്സംപ്റ്റഡ് അപ് ടു എത്ര വരെയാണ്? എമൗണ്ട് എത്ര വരെയാണെന്നാണ് ചോദ്യം. 5000 ആണോ, 1000 ആണോ, 2000 ആണോ, നിൽ ആണോ എന്നാണ് ചോദ്യം. എത്ര വരെയാണ് ക്യാഷ് ഡൊണേഷൻ എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ പഠിച്ചിരുന്നു. ക്യാഷ് ഡൊണേഷൻ ഇസ് എക്സംപ്റ്റഡ് അപ് ടു 2000. ക്ലിയർ ആണല്ലോ? നമ്മുടെ Q&A സെക്ഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 80GGA. 80GGA is available for donation made to. 80GG പ്രകാരം 80Gയിൽ വരുന്ന ഡൊണേഷൻസ് ആണെന്ന് അറിയാം നമുക്ക്. 80GGയിൽ വരുന്നത് കൊടുക്കുന്ന ഡൊണേഷൻസ് ആണ്. എങ്ങോട്ടേക്കുള്ളതാണ്? ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ടാണോ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ടാണോ, റിസർച്ച് അസോസിയേഷനിലോട്ടാണോ, റിലീജിയസ് ഓർഗനൈസേഷനിലോട്ടോ പ്രൊവൈഡ് ചെയ്യുന്നതാണെന്ന് ചോദ്യം. സംശയിക്കേണ്ട. 80GGA പ്രകാരം കൊടുക്കുന്നത് റിസർച്ച് അസോസിയേഷനിലാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. 100% ഒക്കെ നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്ന ഇൻഹൗസ് റിസർച്ചിനും പുറത്ത് ഔട്ട്സൈഡ് റിസർച്ചിനൊക്കെ നമുക്ക് 150%ഓളം ഡിഡക്ഷൻസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതുവരെ ആയിരുന്നു. അപ്പൊ നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് തന്നെ നമ്മൾ കുറെ ചോദ്യങ്ങളും വർക്ക്ഔട്ട് ചെയ്തു. അപ്പൊ നമ്മള് പഠിച്ച് 6 കാര്യങ്ങളാണ് നോക്കിയത്. ഏതൊക്കെയാ? 6 ടോപ്പിക്കുകളിലെന്ന് പറയുമ്പോൾ ബേസിക് ഇൻകം ടാക്സ്, അലവൻസ്, ടാക്സ് ഹോളിഡേ, GST റേറ്റ്, GST ക്ലാസിഫിക്കേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കി. അപ്പൊ ബേസിക്കിൽ നിന്ന് നമ്മൾ GSTയിലോട്ട് വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഡിഡക്ഷൻസോട് കൂടിയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കിയത്. അപ്പൊ ഇന്നത്തെ ലെസൺസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തോന്നുന്നു. അതിനോടൊപ്പം നമ്മൾ പഠിച്ചതിനോടൊപ്പം ക്വസ്റ്റ്യൻസും കൂടെ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി. ഇന്നത്തെ റാപ്പിഡ് റിവിഷൻ വീഡിയോയുടെ ഒരു കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കുറച്ച് പോർഷൻസ് നോക്കി. അത് ഓരോ പോർഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ ടോപ്പിക്ക് നല്ല മനഃപ്പാഠമാക്കി പഠിക്കുക. പഠിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെടുന്ന മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ആ അറ്റൻഡ് ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എക്സ്ട്രാ പോയിന്റ്സോ കിട്ടുന്നെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. ഡൗട്ട് വരുന്നെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്യാം. തെറ്റ് വരുന്നെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് പഠിക്കുക. എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഇത് തന്നെ ചെയ്യുക. പഴയ ടോപ്പിക്കിലോട്ട് വരിക. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകൾ വീണ്ടും നോക്കുക, റിവൈസ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു റാങ്കിലോട്ട് എത്താനായിട്ട് സാധിക്കും.